പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അളിയൻസ് ഇനി തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടായിരിക്കുന്നതാണ്. മുഖത്തല്ലേ പൊടി തൊട്ടാ അയ്യോ അവള് വിളിച്ചാ ഞാൻ അറിഞ്ഞില്ലടാ. എങ്ങനെയുണ്ട് കൊച്ചപ്പച്ചൻ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് മറ്റേ കള്ളക്കൊത്താടി. കള്ളക്കൊത്തോ? നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുമല്ലോ. ചൂണ്ടയിടുന്നിട്ട് നമ്മൾ കാത്തിരിക്കും. മീൻ കൊത്തി നമ്മൾ കാത്തിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ കങ്കൂസ് ഇങ്ങനെ അനങ്ങും. അങ്ങനെ നമ്മൾ പൊക്കിയെടുക്കും. കാണൂല. അത് ഈ മീൻ വന്ന ഇടയ്ക്ക് പറ്റിച്ചിട്ട് വേണം അതും തട്ടിയിടങ്ങ് പൊക്കളയും. അത് നമ്മളെ കാലം ബുദ്ധിയല്ലേ എന്ന് പറഞ്ഞാണ് കാണാൻ. അല്ല അത് ലില്ലിയുടെ കൊച്ചപ്പച്ചനായിട്ട് എന്താ ബന്ധം? കാല ഇടയ്ക്കിടയ്ക്ക് വരും. പുള്ളി തട്ടിട്ടങ്ങ് പോവും. കിട്ടുന്നില്ല. കേട്ട് ഞാൻ കേട്ടാ. ഇപ്പൊ കാലം വന്ന് ശരിക്കും ചൂണ്ടയിട്ട് അതിൽ ശരിക്കും കൊത്ത് കിട്ടി അങ്ങനെ കൊണ്ടുപോകുമ്പോ നിനക്ക് സമാധാനം അവിടെ. ചുമ്മാ പറഞ്ഞേടാ, നീ അതിനകത്ത് പിടിക്കല്ലേ. ഇല്ലാത്ത ആളുടെ ഇങ്ങനെയാണ് ചുമ്മാണോ പറയണത്? നിന്റെ അമ്മയ്ക്കാണ് ഇപ്പൊ ഒരു സാഹചര്യം അങ്ങനെ പറയുവോ? ചുമ്മാ പറഞ്ഞാൽ ക്ഷമിക്ക്. ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. എടേ, ഈ ലില്ലിയുടെ കൊച്ചപ്പച്ചൻ എന്ന് പറയുന്നത് നിന്റെ ആരും അല്ലെന്നാണോ നീ വിചാരിക്കുന്നത്? നിന്റെ ഭാര്യയുടെ കൊച്ചപ്പച്ചൻ. എടാ, ഞാനിത് പറഞ്ഞ് നീ കാര്യമാക്കേണ്ടത് പറഞ്ഞ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് അത്രയും വലിയ സ്നേഹവും ബഹുമാനവും ഇഷ്ടമുള്ള ആളാണെങ്കിൽ നീ ഈ കൊച്ചപ്പച്ചനെ കാണാൻ എന്തെങ്കിലും എടുത്ത് പോയിട്ടുണ്ടാ? നീ എടേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. നീ അറിഞ്ഞാ ഇപ്പൊ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ഇന്നലെയും കൂടി പോയതാണ്, ഇനി ഇന്നും പോവും. ആര് പോയി? ഞാൻ പോയി. നീ എന്നും പോയിട്ടില്ല. എനിക്ക് എന്നിട്ട് അറിയാലോ. സാധാരണ ഒരാളെ കണ്ടിട്ട് വന്നാൽ, പ്രത്യേകിച്ച് സുഖമില്ല നടക്കുന്ന ഒരാളെ കണ്ടിട്ട് വന്നാൽ നമ്മൾ സ്വാഭാവികം പറയും, ആ കൊച്ചപ്പച്ചന് കുഴപ്പമില്ല, ഇങ്ങനെ അവിടെയായിരുന്നു ഇവിടെയായിരുന്നു ഒക്കെ പറയും. അതൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഞാനും കേട്ടില്ല, ഇവിടെ ആരും പറഞ്ഞും കേട്ടില്ല. നീ അത് കേൾക്കാത്തതാണ് നിന്റെ കുഴപ്പം. നീ വലിയ ഇത് പറഞ്ഞിട്ടല്ലോ. ഇന്ന് ലില്ലി പെണ്ണ് പോയല്ലോ, നിനക്ക് അവളോട് ഒന്ന് പോവല്ലോ, പോയെന്ന് അന്വേഷിക്കാമല്ലോ. എവിടെ കുറച്ച് കഴിയുമ്പോൾ പോകുന്നുണ്ട്. നീ പോകുന്നുണ്ടോ? ഇപ്പൊ അതാണ് നിന്റെ വിഷയം. അതല്ല, നീ പോണം. സ്നേഹം തുളിപ്പിക്കാൻ നീ പോണോടെ. പിന്നെ അതിനേക്കാളും വലിയൊരു വിഷയമുണ്ട്. ഇവനിപ്പോ പേപ്പർ ഉണ്ട്, ക്ലീറ്റ മറ്റമ്മ ഉണ്ടാക്കി കൊടുക്കണം. അയ്യോ, വേറെ ഒരാഗ്രഹമില്ല. അവനവന്റെ അച്ഛനെ വരച്ചു. അപ്പൊ ഉണ്ടാക്കണ എങ്ങനെയാണ്? വരച്ചു കൊടുക്ക്. ആർക്ക് വരച്ചു കൊടുക്കാൻ അറിയാം? നീ വരക്കി. എനിക്കൊക്കെ അറിയത്തൊന്നുമില്ല. ഇതിപ്പോ എന്താ അറിയാനുള്ളത്? ഒരു വലിയ വട്ടം വരച്ച് 2 ഉണ്ട കണ്ണ് വരയ്ക്കണം, 4 പോലെ 4 മുടി, ഒരു പഴുതാരം മീശ, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ അങ്ങോട്ട് വരയ്ക്കും. കൈയോടെ വരയ്ക്കും. പേപ്പർ കൊടുത്തു. വരച്ചാ പറ്റത്തില്ല. അവനെ ക്ലീറ്റ മച്ചമ്പി പേപ്പർ വെച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. വരയ്ക്കണോ ഉണ്ടാക്കണോ? കാര്യം സാറേ, നമ്മൾ ഇന്നലെ പറഞ്ഞ വണ്ടിയുടെ കേസ് അത് നമുക്ക് നാളത്തേക്കാക്കാം. ഇന്ന് വേറെ ഇച്ചിരി പരിപാടിയുണ്ട് കേട്ടോ. അല്ലാത്ത നിർബന്ധം തന്നെ കേട്ടോ. നിർബന്ധം കൂടുന്നുണ്ട് കേട്ടാ. തക്കടു മോന് ഇച്ചിരി വാശി കൂടുതലാ കേട്ടോ. തക്കടു ഇച്ചിരി ഞാൻ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? മനുഷ്യരെ അപമാനിക്കാൻ വരയ്ക്കറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഒരുമാതിരി തോന്നിയ ദിവസം കാണിച്ചു വെക്കരുത്. നിനക്കെന്റെ പടം വരച്ച് കണ്ടാലേ പറ്റുള്ളൂടാ. നിന്റെ മുമ്പിൽ ഞാൻ ജീവനോടെ നിൽക്കല്ലേ? ഞാൻ കാണാ എന്നെ കാണു കൊല്ലന്മാരെ കൊണ്ട് കോമാളിയാക്കാനായിട്ട് തന്നെ. ചുമ്മാ അല്ലടാ നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. എന്നെ തിരിച്ചെടുത്തേ. എന്നെ തിരിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി നീ കുറെ ആള് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനുള്ള പണി നീ എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിനക്കറിയാലോ ക്ലീറ്റോ എന്തോരം വേണ്ട. പ്രാർത്ഥിച്ചില്ല, അവന് സസ്പെൻഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ. അതെന്നെ പറഞ്ഞത്. അമ്മാതിരി നീ കൊച്ചിന് മുമ്പിൽ കിടന്ന് നിങ്ങൾ അമ്മിച്ചമ്മ കാട്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ശരിയായില്ല മാമ വരച്ചത്. കൊച്ചിന് ബോധമുണ്ട്. ചെറുക്ക ലില്ലിയേ,
ഇല്ലിമോളെ ആ ചേച്ചിയാ അല്ല ഇതെന്തൊക്കെ എന്തോന്ന് വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇതിന്റെ ഡ്രസ് അത് ഡ്രസ്സാ കഴുകാനാ അതെന്താ അവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായി പോയെ കഴുകാനൊന്നല്ല പിന്നെ ഇനി ഒരാഴ്ച ഞാൻ ഇവിടെ കഴിയണം. ആ അതിനെന്താ നിനക്ക് ഇവിടെ നിന്നൂടെ എന്താ കാര്യം അതെ അവളുടെ കുറെ കുടുംബക്കാരാ തലവല പറമ്പെന്ന് വന്നിട്ടുണ്ട് അവിടെ കുട്ടികളും മക്കളായിട്ട് പല പലാന്ന് ഒരു സമാധാനമില്ല. എന്റെ കാര്യം നോക്കാം അവൾക്ക് ഇപ്പൊ സമയമില്ലേ. കുടുംബക്കാർ വന്നാ പിന്നെ അവരുടെ പിന്നാലെയാണല്ലോ. ഞാനാണെങ്കിൽ തീരെ സുഖമില്ലാണ്ട് കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യണം അതിന് വന്നതാ. ലില്ലി ഇവിടെ ഇല്ലല്ലേ അവളെവിടെ പോയി? അവളാ കൊച്ചപ്പച്ചനെ സൂക്കെടുത്തിട്ട് കൂടുതൽ അറിയാൻ പോയിരിക്കുക. അല്ല ഞാൻ ഒരു കാര്യം ചെയ്യാം. അല്ല അവളൊന്നും വരില്ലേ? അതെങ്ങനെ അവള് വരുന്നത് സൂക്കോട് കൂടുതലായിട്ട് അറിയാൻ പോയതല്ലേ. അത് കുഴപ്പമില്ല. അവിടെ ചേച്ചിയും തങ്കൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും എന്റെ കാര്യം നോക്കണ്ടായാ മതി. ഞാൻ കനകനെ വിളിക്കാം. കനകപ്പെടണ്ടാ? ആ ഉണ്ട് അവൻ അപ്പുറത്തോട്ട് പോയി. അതെ അതാ വിളിക്ക്. ആ തങ്കത്തിന് വിളിക്ക്. കനകോ തങ്കത്തിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടൊന്ന് വാ. കണ്ട അമ്മാവൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാ. അല്ല ഉണ്ടോ ഇതില്? എന്നാലും നീ അങ്ങനെ വരച്ചത് ശരിയായില്ലടാ പാവത്തിന്. ദുഷ്ട. പിന്നെ കുമ്പളങ്ങ 4 കഷായം. അതാണ്. അങ്ങാടി കട മൊത്തം ഉണ്ടല്ലോ. തീരെ സുഖല്ലേ. ഇതെന്താ അത് തിന്നാളൊന്നുമില്ല. അതിന്റെ ഡ്രസ് അത്. ഡ്രസ്സാ? നീ ഒരാഴ്ച പെടേണേ. അത് കഴിഞ്ഞിട്ടേ പോണുള്ളൂ. എടീ ഉടുപ്പൊക്കെ ആയിരിക്കും. ഡ്രസ് ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പോണാ? ആ ഇതൊക്കെ എന്നാ? ഇതോ കണ്ടോ ഇതൊക്കെ മരുന്നുകളാണ്. ഞാൻ പറഞ്ഞു അതെന്താ അത്? കണ്ടോ അതമ്മ കണ്ടോ അതോ ഇത് ഞാൻ നോക്കി നടക്കുവായിരുന്നടാ. ഏത് നായക്കാട്ടം കിട്ടിയാലും എനക്ക് വേണം. അല്ല എനിക്ക് എണ്ണ ഇത് അതിനല്ല. തലേത്തേക്കന്ന് അവന് ഇതെനിക്ക് കഷായം ഉണ്ടാക്കാനുള്ള സാധനങ്ങളല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് കഫക്കെട്ടും നെഞ്ചുവേനയും മേലാശകല വേദനയാണെന്നൊക്കെ. കഫക്കെട്ടിന് നെഞ്ചുവേദനയ്ക്ക് എന്തിനാ കഷായം കുടിക്കണത്? ആശുപത്രി പോയി നല്ല ഒന്നാന്തരം മരുന്ന് കിട്ടുമല്ലോ. അതൊക്കെ എത്ര കഴിച്ചാലും കാര്യമില്ല. ഞാൻ ഒരു നാട്ടുവൈദ്യനെ കണ്ടു. മൂപ്പരുടെ വകയുള്ള ചികിത്സയാണ്. ഓഹോ. യോഗ ചെയ്യണം. പിന്നെ എല്ലാം മറന്ന് ധ്യാനം ഇരിക്കണം. നല്ലതാ. പിന്നെ ഇതണ്ട 4 തരം കഷായം. ഓ നോക്ക് 4 തരം കഷായം. കുമ്പളങ്ങ കഷായം എന്ന് കേട്ടിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് കുമ്പളങ്ങ ഒരു കഷായം ഉണ്ടാക്കണം. ഇതണ്ട ഇതൊക്കെ 3 ഗ്ലാസ് വെള്ളത്തില് ഇത് കുറച്ചിട്ടിട്ട് തിളപ്പിച്ച് 1 മണിക്കൂറോളം തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളാക്കിയിട്ട് അപ്പൊ തന്നെ കുടിക്കണം. പിന്നെ കുടിച്ചാൽ ഫലം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കഷായങ്ങൾ കുടിക്കണം. തണുക്കണ്ടേ അത്? ചൂടോടെ കുടിച്ച അല്ല അതൊരു ഇളം ചൂടോട് കൂടി കുടിക്കണം. പിന്നേക്ക് വെച്ചാൽ നടക്കില്ല. ഇതൊക്കെ നോക്കി നടക്കാൻ ആള് വേണ്ടേ. അതാ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ആരിയിരിക്കുന്നു? ഇവിടെ നിങ്ങളൊക്കെ അല്ലേ? എനിക്ക് സമയമില്ലോട്ട് അമ്മാവ. എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കാനാണെങ്കിൽ എനിക്ക് പോണം. പൊയ്ക്കൊന്ന് അവിടെ ഇരിക്കില്ലേ അവിടെ. ഞാൻ പറയണൊക്കെ ഉണ്ടാക്കി തരാ. ഇപ്പൊ എത്രയും സമയം? 1 മണിക്കൂറിന്റെ ഉള്ളില് കുമ്പളങ്ങ കഷായം വേണം. കുമ്പളങ്ങ ചെറുള്ളി അരിഞ്ഞിട്ടുള്ള കഷായം. അത് കഴിഞ്ഞ 1 മണിക്കൂറിന്റെ ഉള്ളില് ചെമ്പാവരിയുടെ ചോറ്. ഉപ്പിടരുത്. ഉള്ളി മുളക് ചമ്മന്തി ചാലിച്ചിട്ട് കൂടെ കഴിക്കാം. അത് റെഡിയാക്കി തരണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 6 മണി മുതലാണ് ഈ കഷായം. എല്ലാം തരാം. എവിടെ ചമ്പാവരി എവിടെ ഇരിക്കുന്നു? ചെമ്പാവരി ഇവിടെ ഇരിപ്പില്ല. ഞാനിപ്പോ ചെമ്പാവരി മറ്റേ ചോറുണ്ണത് എല്ലാവരും വെള്ളച്ചോറിലാണ്. വേണമെങ്കിൽ വെള്ളച്ചോറ് ഞാൻ മേടിച്ചിട്ട് വരാം. ഈ കഷായം ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ചെമ്പാവരി. അമ്മാവ എനിക്ക് കഷായം ഉണ്ടാക്കാനും സമയമില്ല, ചോറുണ്ടാക്കാനും സമയമില്ല. എനിക്ക് പോണോന്ന്. എങ്ങനെയാണ് കൊച്ചപ്പച്ചന് വയ്യാന്ന് കാണാൻ പോണെന്ന് ക്ലീറ്റോ അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. മരിച്ചിട്ട് പോയാൽ ഇത് എന്തൊരു സാധനം അതെ. ഞാൻ നിങ്ങളൊക്കെ കരുതിയിട്ടല്ലേ ഇവിടെ വന്നത്. എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അല്ല ഞാനൊരു കാര്യം കിട്ടെ. കല്യാണം കഴിഞ്ഞാണോ? ഭാര്യ ഇല്ലേ? പിന്നെ എന്താ ഇങ്ങോട്ട് പോന്നേ? കാടും പടലും പിടിച്ച് ഇങ്ങോട്ട് പോന്നേക്കുന്നു. എടി തലവല പറമ്പെന്ന് അവളുടെ കുടുംബക്കാരും കുട്ടികളൊക്കെ വന്നേക്കല്ലേ അവിടെ. അവളുടെ കുടുംബക്കാരും വന്ന എന്റെ കാര്യം നോക്കാൻ അവൾക്ക് സമയമുണ്ടോ? എനിക്കിത് കറക്റ്റ് പഥ്യത്തില് കറക്റ്റ് കഴിക്കണം. എന്നാലേ ഇത് ഫലം കാണുള്ളൂ. അപ്പൊ എന്നെ നോക്കി നടക്കുന്ന ഇവിടെ വേണ്ട. ഞാൻ വന്നിട്ട് നിങ്ങൾ വേണ്ട ഇതൊക്കെ ചെയ്തു തരാൻ. ഞാൻ ആരാ? നിങ്ങളുടെ അമ്മാമൻ. അപ്പൊ അമ്മാമന്റെ കാര്യം നിങ്ങൾ നോക്കണ്ടേ? നോക്കണം. അപ്പൊ ഇതൊക്കെ നാളെ മുതൽ നോക്കാം. ഇന്നിപ്പോ എന്തായാലും എനിക്ക് സമയമില്ല. ഞാൻ പോട്ടെടാ. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കൂല. തങ്ക കണ്ട അവൾക്ക് ഇപ്പൊ സ്വന്തം അമ്മാവനൊക്കെ വലുത് അവളുടെ കെട്ടുവന്റെ കൊച്ചപ്പച്ചനെയാണ്. അതല്ല അമ്മാവ, ഇത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലേ. അല്ലാതെ ഇന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ ആരെങ്കിലും വയ്യെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോ അവരില്ല. സംഭവം ശരി. അതാണ് മനസ്സിലാക്കേണ്ടത്. നിനക്ക് ചെമ്പാവരി ചോറ് വെക്കാറില്ലേ? എനിക്ക് ചോറ് വെക്കാറില്ല. വല്ല ഇറച്ചിയല്ലോ വേണമെങ്കിൽ. അപ്പൊ നീ ചോറ് വെക്കില്ല? ചോറ് വെക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. വെക്കല്ലോ അല്ലേ? എന്തോ ചോദ്യമാടാ അത്?
ഞാൻ കുറെ വെച്ച് വിളമ്പി തന്നതല്ലേ. ആ, അതാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് വയ്യടാ, ഈ മുട്ടിനൊക്കെ ഒരു വേദന. ഈ അരി അടുപ്പിട്ടിട്ട് അത് നോക്കി ഇളക്കി എന്നെ കൊണ്ട് വയ്യടാ. ഇപ്പൊ അരി അടുപ്പത്തിട്ടിട്ട് ഇങ്ങനെ നിക്കണം എന്തിനാ? അരി കഴുകിയിട്ട് അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് സ്റ്റവ് ഓണാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റൂളിലെ വന്നിരിക്കുക. എന്നിട്ട് അരി വേവുമ്പോ ചെന്നിട്ട് ഇളക്കിയാ പോരെ. ഇങ്ങനെ നിൽക്കുമ്പോഴല്ലേ കാല് കളിക്കണേ. വയ്യ അത് തന്നെ. എന്നെ കൊണ്ട് വയ്യ. ആ വയ്യാത്തോണ്ടല്ലേ അമ്മ പറഞ്ഞത്. വേണ്ട, നിങ്ങൾ ആരും ചെയ്യണ്ട. ഞാൻ ക്ലീറ്റോമോനൊന്ന് കാണട്ടെ. അവൻ നിങ്ങളുടെ പോലെ ഒന്നല്ല. അവൻ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. ശരിയായി. ഇത് അമ്പലത്തിലെ കൊട്ടു. മേളക്കാർക്ക് പുട്ടുവട്ടെ. ഇത് പള്ളി കൊട്ടു. മേളക്കാർക്ക് പുട്ടുവട്ടെ. അല്ല രണ്ടും ഒന്നുപോലെ ഇരിപ്പുണ്ടല്ലേ. അത് അമ്പലത്തിലും പള്ളിയിലും ഒരേ മേളക്കാരാ കുട്ടി. അതാ താളം ഒരേപോലെ ആയത്. ബിസ്ക്കറ്റ് വേണമെങ്കിലേ ഉള്ള കാര്യം ചെയ്യും, ചുമ്മാ പറ്റിക്കാതെ. ക്ലീറ്റോമോനെ. ആ മാമൻ. അപ്പൂപ്പാ, എനിക്കേ ആനപ്പുറത്ത് കയറണം. ആനപ്പുറത്ത് കയറണം. ആ അതിനിപ്പോ ഇവിടെ ആനുള്ള ഇവിടെ വല്ല ഉത്സവമൊക്കെ വരട്ടെ, അപ്പൊ കൊണ്ടുപോയിട്ട് ആനപ്പുറത്ത് കയറ്റാട്ടാ. അതല്ല, ആനപ്പുറത്ത് എനിക്ക് കളിക്കണോന്ന്. ആനപ്പുറത്ത് കയറി കളിക്കാനാ? ആ ധാരിക്കണോ 1.5 ആന അതിന്റെ പുറത്ത് കയറി കളിക്ക്. അതല്ല, അപ്പൂപ്പല്ലേ വരുത്തിയാൻ. അപ്പൂപ്പിന്റെ വയ്യട മോനെ. അയ്യേ, കുഞ്ഞൊരാഗ്രഹം പറഞ്ഞല്ലേ മാമ. അവനെടുത്തൊരു 10 ആറാട്ടാട്. ഒന്ന് പോടായിരുന്നു. കാപ്പക്കെട്ടും നെഞ്ചുവേനും തണ്ടലുവേനായിട്ട് വൈദ്യരെ കണ്ടിട്ട് സുഖ ചികിത്സയ്ക്ക് വന്ന സമയത്താ ആന കളിക്കണത്. അമ്മ എന്താണ്? എവിടെ? അവള് പോവാനായിട്ട് റെഡിയാവും, ആ അവള് കുളിച്ച് റെഡിയായി പൊക്കോട്ടെ. അവൾക്ക് ഇപ്പൊ അമ്മാമനൊന്നും അല്ലല്ലോ വലുത്, ഭർത്താവിന്റെ വീട്ടുകാരല്ലേ. എന്താ ഇപ്പൊ പ്രശ്നം? എന്താ അമ്മ ഇരിക്കും? മോനെ, ലില്ലിമോള് ഇവിടെ ഇല്ല. തങ്കത്തിനാണെങ്കിൽ നമ്മുടെ കുടുംബകാര്യങ്ങൾ നോക്കാൻ ഒഴിവില്ല. അമ്മയ്ക്കാണെങ്കിൽ കാൽമുട്ട് വേദന. കനകനാണെങ്കിൽ ഒരു പണിയും ചെയ്ത് ശീലമില്ല, വെറും തൊപ്പി വെച്ച് ശീലോട്ടടിക്കാൻ മാത്രമേ അറിയൂ. വെറുതെ ഞാൻ നിന്നെ കരുതിയിട്ടാണ് ഇപ്പൊ ഇവിടെ വെക്കണത്. എന്താ പ്രശ്നം? അല്ലെങ്കിൽ മാമപ്പ പോയിണ്ടാവും. എടാ, എനിക്ക് ഈ കപക്കെട്ടും നെഞ്ചുവേനൊക്കെ ആയിട്ടേ ഒരു വൈദ്യരെ കണ്ട്. അപ്പൊ കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ആ കഷായൊക്കെ പറഞ്ഞ പോലെ കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുന്ന പറഞ്ഞു. ആയുർവേദമാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. അതെ. അപ്പൊ നീ എനിക്ക് മരുന്നൊക്കെ ഉണ്ടാക്കി തന്ന് എന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. പിന്നെന്താ, അത്രേ ഉള്ളൂ. നടത്താനാണോ ക്ലീറ്റസ്? നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തണം. അമ്മ എന്താ പറയണത്? ഇതൊക്കെ ഒരു നിസ്സാര കാര്യമില്ല. പിന്നെ ഇതിന് മരുന്ന് റെഡിയായി കൊടുക്കാൻ എന്താ കുഴപ്പമില്ല. അവൻ നടത്തും. നിങ്ങളുടെ മക്കളെ പോലെയല്ല. അവൻ വന്നു കയറുവനാ, അവൻ ഐശ്വര്യമുള്ളവനാ. അവൻ അമ്മാമൻ പറഞ്ഞ മുഖത്തടിച്ച പോലെ പറ്റില്ല എന്ന് പറയില്ല. ഇതൊന്നും ശരിയാവില്ലടോ. ഈ ആയുർവേദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്ന പിന്നെ മരുന്നിന് ഫലം ഉണ്ടാവില്ല. ഞാൻ ചെമ്പാവരുടെ ചോറ് വേണമെന്ന് പറഞ്ഞതല്ലേ. എന്റെ പൊന്നു കുഞ്ഞെ, അവള് രാവിലെ വച്ചിട്ട് പോയതല്ലേ. തൽക്കാലം ഒരു നേരം കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ദാണ്ട അവിയലും കൂട്ടി തന്നെ ചേന ഉണ്ടാക്കി കഴിക്ക്. എന്റെ ചേച്ചി അവിയലും കറിയൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത് കൂട്ടില്ലേ. പുളിശ്ശേരി ഉണ്ട്. അതും പറ്റില്ല. എന്റെ കനക ഉപ്പിടാത്ത ചമ്മന്തി വേണം, ഉള്ളി മുളകും ചാലിച്ചത്. മീൻ കറി കൂട്ടിയാണ്, ചൂരക്ക നല്ല അടിപൊളി. വേണ്ട വേണ്ട, അതെ പ്ലേറ്റോ ചമ്മന്തി കൊണ്ടുവരണ്ടോ? ഇന്നത്തേക്ക് പോട്ട് മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നാൻ നോക്ക്. പിന്നെ നാളെ മുതൽ നിനക്ക് ചമ്പാവരി ചോറും ചമ്മന്തി ഒരു മുള വെച്ച് ചമ്മന്തി കൊടുന്ന കൊണ്ട. മാവാ, ദേഷ്യപ്പെടരുത്. ചമ്മന്തി കിട്ടിയില്ല, ശരിയായില്ല. എന്താ പറയാ മോ, ഒന്നുമില്ല. ഞാൻ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ ഇല്ല. നമ്മുടെ താഴെ ഒരു തെങ്ങ് ഇപ്പോൾ അതിൽ ഒരു 4 തേങ്ങ ഉണങ്ങി നിന്ന് അതിലേതെങ്കിലും വീഴും നോക്കി എന്നിട്ട് അത് വീണില്ല. എന്തിനട തേങ്ങ ചമ്മന്തി അല്ല, ചെറിയ ഉള്ളും വറ്റൽമുളകും കൂടി ചാലിച്ച ചമ്മന്തിയാണ് വേണ്ടത്. അതല്ലേ പ്രശ്നം. ചെന്ന് നോക്കിയപ്പോൾ ഉള്ളിയില്ല, ഉള്ളി തീർന്നേ. അങ്ങനെ ഈ തേങ്ങ ഉള്ളി ഇല്ലാത്ത വിഷമത്തിൽ അങ്ങനെ നിന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതാ വേറൊരു സംഗതിയായിട്ട് നമ്മളെ സുലു ചേച്ചി വരണം. സുലു വെച്ച നല്ല ചിക്കൻ കറി, നല്ല അടിപൊളി ചിക്കൻ കറി. ചിക്കൻ കറിയാ? ഈ ആയുർവേദ മരുന്ന് കഴിക്കണം, ഞാൻ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കേ? അമ്മ ഇതിപ്പോ ദിവസവും ചിക്കൻ കറി കൂട്ടാനല്ല പറഞ്ഞത്. ഇന്നിപ്പോ ഒരു നേരം, കാരണം ഇന്നിപ്പോ ചെമ്പാവരിയുടെ ചോറ് കിട്ടിയില്ലല്ലോ. നാളെ മുതൽ നമുക്ക് കറക്റ്റ് പഥ്യം ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നാളെ തുടങ്ങാം നമുക്ക്. പഥ്യം നാളെ അങ്ങ് തുടങ്ങുന്നതാണ് നല്ലത്. അതാണ് നല്ലത്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയി ചമ്പാവരി കിട്ടും. ആ ചമ്പാവരി അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയി. അല്ല സാധാരണ കടയിൽ കിട്ടില്ല. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മധുവാണ് പറ്റിച്ചത്. നമ്മുടെ സാധനം മേടിക്കലും മധു കട അടച്ചിരിക്കുന്നത്. അവിടെ പോയി ഇപ്പോൾ ഉള്ളി നോക്കിയാൽ മധു കട അടച്ചിരിക്കുന്നത് നാളെ അവൻ തുറക്കുള്ളൂ. അവൻ്റെ ആരെ കല്യാണം. അപ്പോൾ നാളെ ബാക്കി എല്ലാം സെറ്റ് ചെയ്യാം. അമ്മ ഇന്നിപ്പോൾ ഇത് കഴിക്കുക. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അത്രയും പിടി വെച്ച് വേണ്ട, ഇപ്പോൾ ഉച്ചയ്ക്ക് ഇതും കൂട്ടി അങ്ങോട്ട് കഴിക്കുക. രാത്രി മുതൽ പഥ്യം തുടങ്ങിക്കോ. ഇനിയിപ്പോൾ എന്താ ധ്യാനം എന്താ പരിപാടി ഉണ്ടല്ലോ. കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞാൽ
അപ്പോൾ ആ പഥ്യം അവിടെ മുതൽ അങ്ങ് തുടങ്ങാം. രാത്രി പോലെ അപ്പൊ വൈകുന്നേരം കഷായം വറ്റിച്ചത് കുടിക്കാൻ തുടങ്ങിയ മുതൽ നമുക്ക് പഥ്യം തുടങ്ങാം. കനക നീ ഒരു സ്പൂണിഞ്ഞെടുത്തേ. ചിക്കൻ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പം അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കഷ്ണം കഴിക്കണ്ട, ഇച്ചിരി ചാറ് കൂട്ടി തുടങ്ങിക്കോ. അതാ നല്ലത്. ഇച്ചിരി ചാറെടുക്ക്. അമ്മയ്ക്ക് കഴിക്കാല്ല, അമ്മയ്ക്ക് പഥ്യമൊന്നും ഇല്ലല്ലോ. പത്യക്കാട് കാണിച്ചാലുള്ള അനുഭവം എന്താണെന്നറിയാമോ? ദേഹം മുഴുവനും നീര് വരും. ഇച്ചിരി ചാറ് മാത്രം വെച്ചു കൊടുക്കാം അമ്മാവന്. ചാറും കൂട്ടി അമ്മാവൻ കഴിക്കട്ടെ. ഇനി പഥ്യം കഴിക്കുവോ? എന്തേലും കഴിക്കണ്ടേ ഇനിയിപ്പൊ നാളെ തൊട്ടൽ. അത് ഉപ്പ് അധികം ഉണ്ടാ? നല്ല ചാറല്ലേ? എന്റെ പൊന്നു, ഈ ചേച്ചിയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞതല്ലേ. അത് സുലുവിന്റെ പിന്നെ പറയണം. ഞാൻ ഒരു ദോശ ഇച്ചിരി ചാറും കൂട്ടി കഴിച്ചു. ചാറ് ഒഴിക്കുക. ഇതിപ്പോ കഴിക്കണല്ലോ. കഷായം കുടിക്കാനുള്ളതല്ലേ? ഒഴിക്കുമ്പോ കഷ്ണം വിടാൻ നോക്കി വെച്ച് ചാറ് മാത്രം ഒഴിച്ചു കൊടുക്കും. മതിയല്ലോ. അല്ല, ഇവിടെ സൈഡിൽ ഇത്തിരി ഒഴിക്ക്. ഇവിടെ സൈഡിലെ ചാറ് ഒഴിക്ക്. ആ മതി. എന്നിട്ട് ചാറും കൂട്ടി കഴിക്കാം. അതിന്റെ കഷ്ണം നോക്കണ്ട. അല്ല ചേച്ചിയെ, ഈ ചാറ് എന്ന് പറയുമ്പോ ഈ ചിക്കന്റെ ഇതൊക്കെ ഈ ചാറിൽ പിടിച്ചിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ടോ. അല്ല, എന്തായാലും ചാറ് കഴിച്ചാൽ ചിക്കൻ തിന്ന പോലെയാണ്. അല്ല അത് കുഴപ്പമില്ലേ? അല്ല, ഈ ചാറ് കൂട്ടാന്നുണ്ടെങ്കിൽ ഇന്നല്ലേ നമ്മള് രാത്രിയല്ലേ തുടങ്ങണേ? അല്ല, എന്നാ പിന്നെ ഒരു ചെറിയ കഷ്ണം വെച്ചോ. കാലൊന്നും വെക്കണ്ട, ഒരു കുഞ്ഞു കഷ്ണം വെച്ചോളൂ. എന്റെ പൊന്നു കുഞ്ഞെ, ബാക്കി നിറയില്ലാതെ നീ ആയുർവേദം ഒന്നും കഴിക്കാൻ പോവരുത്. അല്ല, വൈകുന്നേരം തൊട്ട് തുടങ്ങും. ഇത് ചെറിയൊരു കഷ്ണം. എന്നാ പിന്നെ ഇനി ഇതും കൂടി ആയിക്കോട്ടെ. ഞാനിപ്പോ ഈ ഭക്ഷണം കഴിച്ചിട്ട് 2-3 മണിക്കൂർ ഉറങ്ങും. ഉറങ്ങി നീച്ചു കഴിഞ്ഞാൽ ധ്യാനം. അപ്പൊ ആരും ശല്യപ്പെടുത്തരുത്. അത് കഴിഞ്ഞ് 6 മണിക്ക് കഷായം ഞാൻ ഓരോന്ന് തരും. അതിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ച് കൊണ്ടു തരണം. വൈകുന്നേരം പഥ്യം തുടങ്ങും. ശരി. ഇതൊന്നും മനഃപൂർവ്വമല്ല, ദേഷ്യമൊന്നും തോന്നരുത്. കഴിക്കും. ഞാനേ അവിടെ ദോശയിൽ ഇച്ചിരി ചാറ് ഒഴിച്ചു. ഞാൻ അവിടെ ദോശയിൽ ഇച്ചിരി കറി ഒഴിച്ച് വെച്ചേക്കാം, അത് കുതിരാൻ വേണ്ടിട്ട്. ഞാനത് കഴിയിട്ട് അമ്മ കഴിക്കും. അമ്മ ചിക്കൻ വേണ്ടേ? നീ കഴിക്ക്. എവിടെ സുഖിമാൻ? സുഖ ചികിത്സിക്ക് വന്ന ആള് ഉറക്കോ? അല്ല, ഇനിയിപ്പോ എന്തോ അടുത്ത 3 മണിക്ക് ധ്യാനോ? ധ്യാനം. എടേ, ഈ മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ ധ്യാനം ചെയ്യണത്. ഇനി ഉറക്കത്തെക്കാൾ വേറെ എന്ത് ധ്യാനം? ഇത് വൈദ്യം കൽപ്പിച്ചതാണല്ലോ, അപ്പൊ അത് പാലിക്കേണ്ട ഉത്തരവാദിത്തം. എടാ, വൈദ്യന്മാര് ഉടായിപ്പോയി. അവര് പൈസയ്ക്ക് വേണ്ടി അതും പറയും, അതിൻ്റെ അപ്പുറവും പറയും. അതൊക്കെ കേട്ടോണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ഈ മനുഷ്യരായ കുറച്ചൊക്കെ ഔചിത്യം വേണ്ടടേ. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ മറ്റേ കുന്ത്രാണ്ടോ എല്ലാം കൂടെ ചുമന്ന് ചാക്കേട്ടുമായിട്ട് ഇവിടെ വന്നിട്ട് അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താന്ന് പറഞ്ഞാൽ, എടാ ഞാൻ ഇപ്പം തന്നെ ഉണ്ടല്ല, ഇതിൽ കുമ്പളങ്ങ തിളപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. എത്ര സമയമായിട്ട് അത് ഊറ്റി വറ്റിച്ച് എനിക്കറിഞ്ഞൂടാ. അത് ഇങ്ങനെ നീയല്ലേ സമ്മതിച്ചത്, അല്ലെങ്കിൽ ഈ പണി ഉണ്ടാക്കുമായിരുന്ന? സമ്മതിച്ച്. പിന്നെ കുഴപ്പമില്ലടാ, ഇന്നൊരു ദിവസമല്ലേ അവർ രണ്ടുപേരും ഇല്ലാത്തുള്ളൂ. അവർ വരുമ്പോൾ പിന്നെ കുഴപ്പമില്ല, മാറിക്കോളൂ. എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണതാണ് നല്ലത്. എന്തേലും അമ്മാനെ പറഞ്ഞു വിടാൻ നോക്ക്. എടാ, ഇത് ഒറ്റത്തടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോ കൂട്ടില്ലേ ഒരാൾ. കൂട്ടുകഴിച്ച് വിളിക്കുക. മായി ഉണ്ട്. കുഴപ്പമില്ല. രാവിലെ എന്തോ കുടിച്ചിട്ടുണ്ട്, കുമ്പളങ്ങ എന്തോ കുടിച്ചിട്ടുണ്ട്. അല്ല, ഇന്നത്തെ ഒരു ദിവസം അത്ര കറക്റ്റായിട്ട് വന്നിട്ടില്ല. കാരണം വേറെ പെണ്ണുങ്ങളാരും കൂടെ ഇല്ലല്ലോ. കുഴപ്പമില്ല. അതങ്ങ് നോക്കിക്കോളും, കുഴപ്പമില്ല. മറ്റേ തലവലപ്പറമ്പിൽ നിന്നൊക്കെ വന്നവരൊക്കെ പോയോ? അത് ശരി. ശരി അമ്മേ. ഞാൻ വിളിക്കാം. ഇതൊന്ന് തലയോലപ്പറമ്പിൽ നിന്ന് ആരും വന്നില്ല, അതിഥികളൊന്നും ഇല്ല ഇവിടെ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായി. അമ്മായി വരണമെന്ന് പറഞ്ഞിട്ട് വരണ്ടെന്നും പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇത് സംഭവം വേറൊന്നല്ല, ഇത് തിളപ്പിച്ചു കൊടുക്കാനും അവിടെ ഊറ്റി കൊടുക്കാനൊക്കെ പറഞ്ഞാൽ അമ്മായി കേൾക്കൂല, അമ്മായി ചെറുക്കിട്ട് കുത്തും. പിന്നല്ലാതെ ഇവിടെ ആകുമ്പോൾ നമ്മളെ മക്കൾ അവർ പെണ്ണുങ്ങൾ കിടന്നിട്ട് കഷ്ടപ്പെട്ട് അമ്മാവനല്ലേ എന്ന് പറയും എന്തും ചെയ്തു കൊടുക്കും. അതല്ല, അമ്മാവൻ ഇവിടെ നിൽക്കുന്നതായിരിക്കും ഇവിടെ ഇഷ്ടം, നമ്മളൊക്കെ ഇഷ്ടം, ഈ തറവാട് ഇഷ്ടം, ഇവിടുത്തെ മണം. എടാ, സംഗതിയൊക്കെ ഇഷ്ടവും കാര്യമൊക്കെ ശരിയാണ്. അങ്ങനെ അന്നാണ് ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണും പിള്ള അവിടെ ഇരിക്കുന്നത്. അവിടെ പോയിട്ട് അവരതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞാൻ ആരും പറയാം, എങ്ങനെയാലും ഒഴിവാക്കാൻ നോക്കും. നമ്മൾ എന്ത് പറയണ? അതൊക്കെ വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടി പറയാം. നീ വൈദ്യൻ്റെ പരിപാടിയാണല്ലോ, നീ വൈദ്യ സംഭവം നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൽ കയറി പിടിച്ചോളാം. ഞാൻ പറഞ്ഞാൽ അത് ഉടായ്പാണ്, പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ പിടിച്ചൊരു ചെറിയ വഴക്കിടുമ്പോൾ അമ്മാന് അത് മോശം. എന്ത് മോശം?
അല്ലെങ്കിൽ നീ ഒരു കാര്യം നീ ഏറ്റെടുത്തെല്ലാം ചെയ്തു കൊടുക്കും പിന്നല്ല കനക ഓ 3 മണിയാവാറായി. എനിക്ക് ധ്യാനത്തിന് ഇരിക്കണം. പിന്നെ ഞാൻ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് ബഹളവും കച്ചറൊന്നും പാടില്ല. സൈലന്റ് ആയിരിക്കണം. ഒരു കുപ്പി വെള്ളം റൂമിലേക്ക് വെക്കും. അല്ലടാ, നീ ആ കുമ്പളങ്ങ കഷായാലും വെള്ളം കൂടുതലാണല്ലോ. അത് എത്ര സമയം നീ തിളപ്പിച്ചേ? അമ്മ പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ് തിളപ്പിച്ച്. എടാ 25 മിനിറ്റ് തിളപ്പിക്കണത്. അത് 1/2 ഗ്ലാസ് വെള്ളമാവണം. വെറുതെ അല്ല അത് വെള്ളം കൂടുതൽ. ആ പിന്നെ 6 മണിക്ക് കുടിക്കാനുള്ള ഒരു പൊടി തന്നിരുന്നില്ലേ കഷായം കലക്കാൻ? അത് 1 മണിക്കൂർ തിളപ്പിക്കണം, അരമണിക്കൂറല്ല. 3 ഗ്ലാസ് വെള്ളം വറ്റി 1 ഗ്ലാസ് ആവണം കേട്ടോ. ആ അതൊക്കെ പത്തിയാണേ, അത് കറക്റ്റ് തെറ്റിക്കാൻ പാടില്ല. അതാ കേട്ടോ. അതെ, ആയുർവേദത്തിനെ കുറിച്ച് ഞാൻ മോശപ്പെടുത്തി പറഞ്ഞു തുടങ്ങാം. നീ അതൊക്കെ കയറി പിടിച്ചോ. നോക്കാം, എന്താണ് അത് നോക്കട്ടെ. അതെ, എന്റെ ഭാഗ്യദോഷത്തിനാടാ ആ ഗിരിജയുടെ വാക്കും കേട്ടിട്ട് ഞാൻ ആ വൈദ്യരെ പോയി കണ്ടത്. ഈ ഉപ്പില്ലാത്ത ചോറും കഴിച്ചിട്ടിറക്കാൻ പറ്റാത്ത 4 തരം കഷായവും. വീട്ടിലാവുമ്പോ അവള് ഭയങ്കര സ്വീറ്റാണ്, അവള് നിർബന്ധിച്ച് കഴിപ്പിക്കും. ഇപ്പൊ ഇവിടെ വന്നിട്ടാവുമ്പോ അവളുടെ കണക്കില് ഞാനിവിടെ ചികിത്സയിലാണ്. ഇനി എന്നാ രക്ഷപ്പെടും ചെയ്യാലോ. അപ്പൊ തലയോല പറമ്പിലെ ബന്ധുക്കൾ പോയാലും അമ്മ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഏത് തലവേല പറമ്പിൽ ബന്ധുക്കള്? അത് അതായത് അവരവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഞാനിവിടെ വന്ന് അവള് കൂടെ വരാത്ത. അതിനവരവിടെ ഇല്ലല്ലോ. അവര് വന്നില്ലല്ലോ. ഇല്ലല്ലോ. അല്ല അവര് അവിടെ പതും പൊളിഞ്ഞ് എല്ലാം ഒന്നടിക്കണം, ഒരെണ്ണം അടിക്കണം. ധ്യാനത്തിന് പോകാൻ നിൽക്കുകയല്ലേ? ഒരു ചെറുതാവാ. നിനക്ക് ഒരെണ്ണം വയ്ക്കും. എനിക്കമ്മ അവന്റെ ചെറുതും വേണ്ട ഒന്നും വേണ്ട, മറ്റേ ഒരു വലുതൊഴുകി. കഷായം കാസർഗോഡ് മതിയോ?